പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഡൽഹിയിൽ നിന്ന് താജ്മഹലിലേക്കാണ്. നമ്മൾ എന്തായാലും താജ്മഹലിന്റെ പാർക്കിങ്ങിലെത്തി. പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ അത് നമ്മൾ റിക്ഷോയിൽ ഇങ്ങനെ പോകേണ്ടി വരും, അല്ലെങ്കിൽ ബൈ വാക്കിംഗ് പോവാം. ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു ഗൈഡിനെ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് പോകാം എന്നത്. ഞങ്ങളെ കൂടെ വന്ന ഗൈഡാണ് തൻ്റെ മുന്നിൽ പോകുന്നത്. കണ്ടോ, കോട്ടൊക്കെ ഇട്ട് പോവാണ് ആള്. കുറച്ച് ടിക്കറ്റ് എടുക്കാനൊക്കെ കുറച്ച് ഈസി ആയിരിക്കും ഗൈഡിനെ കൊണ്ടുപോയാൽ. എന്ന് പറഞ്ഞാൽ അവർക്ക് ടിക്കറ്റ് എടുക്കാനുള്ള വേറെ പല വഴികളും അറിയാം. എന്തായാലും ഞാൻ എൻ്റെ ഗൈഡിൻ്റെ അടുത്ത് പറഞ്ഞു ടിക്കറ്റ് എടുക്കാൻ ഉള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു. പുള്ളി ടിക്കറ്റ് എടുത്ത് തന്നു കേട്ടോ. പെട്ടെന്ന് ഞാനത് കിട്ടി. ടിക്കറ്റ് എവിടെയോ സൈഡിൽ ഏതോ കൗണ്ടറുണ്ട്, അവിടെ വഴി അവർക്ക് എടുക്കാൻ അറിയാം. നമുക്ക് ഇന്ത്യക്കാർക്ക് വെറും 50 രൂപയേ ഉള്ളൂ കേട്ടോ അകത്തേക്ക് പ്രവേശിക്കുന്നതിന്. വിദേശികൾക്ക് 1100 രൂപയാണ് ഇവിടത്തേക്കുള്ള പ്രവേശന ടിക്കറ്റ്. ഞാൻ ആദ്യമായിട്ട് വരികയാണ് താജ്മഹലിൽ. ഐ എം വെരി എക്സൈറ്റഡ്. ഇപ്പം നല്ല വെയിലുണ്ട് കേട്ടോ. ആഗ്രയിലും ആ പുകയുടെ മൂടൽ ഇവിടെയുണ്ട് കേട്ടോ. ഡൽഹിയിലുള്ള അതേ പുകയുടെ മൂടൽ ഇവിടെയുണ്ട്. അല്ലാതെ മഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുന്നതല്ല, ഒരു മൂടൽ ഇവിടെയുണ്ട്. ഞങ്ങൾ യാത്രയിലായിരുന്നപ്പോഴും ഫുള്ള് എറൗണ്ട് ആഗ്ര എത്തിയപ്പോഴും ഇതുണ്ട്. ഞാൻ ഡ്രൈവർക്ക് ചോദിക്കുകയും ചെയ്തു ഇത്രയും ദൂരം അത് ബാധിക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഈ ഡൽഹിയിൽ നിന്നും ഹരിയാനയിൽ നിന്നാണ് ഈ കൃഷിക്കാർ. ഉണ്ടാ, സംഭവം തന്നെയാണ്. സൂപ്പർ സൂപ്പർ. കണ്ടില്ലേ, എത്ര വർഷം കഴിഞ്ഞിട്ട് അതിന്റെ ആ പ്രൗഢി നഷ്ടപ്പെട്ടില്ല. സൂപ്പർ സൂപ്പർ. ഓ, അടിപൊളി. ഇതൊരു വെണ്ണക്കൽ കൊട്ടാരം തന്നെ. കണ്ടില്ലേ, ആ ഇതിന്റെ പ്രതിബിംബം ആ മുമ്പിലുള്ള വെള്ളത്തിൽ കാണുന്നുണ്ട. അതാണ് ഇതിന്റെ പ്രത്യേകത. അടിപൊളി. എന്തായാലും ഒരു പ്രാവശ്യം നമ്മളെല്ലാം കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി ഇത് കണ്ടിരിക്കണം. ഇതൊരു വല്ലാത്തൊരു സംഭവം തന്നെ. ഓക്കെ, എൻ്റെ മുന്നിൽ സൈഡിലാണ് താജ്മഹലിൻ്റെ മെയിൻ ഗേറ്റ് കാണുന്നത്. ഇപ്പം എൻ്റെ പുറകിലായിട്ട് താജ്മഹൽ ഞാൻ കാണിക്കാം. താജ്മഹൽ ദേ ഈ കാണുന്നതാണ് താജ്മഹൽ. അതിൻ്റെ മുന്നിലുള്ള ഒരു പൂളാണ് ഈ കാണുന്നത്. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ പൂളാണ് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് നല്ല വ്യൂ കിട്ടും. ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ കറക്റ്റ് ഫോട്ടോ കിട്ടും. വീഡിയോയ്ക്ക് നല്ല ഇത്രയും ദൂരെ നിന്നാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അടുത്ത് പോയി കഴിഞ്ഞാൽ ഇത്രയും കിട്ടത്തില്ല. അതുകൊണ്ട് ദൂരെ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഉള്ള തിരക്കാണ് അവിടെ ഇങ്ങനെ കാണുന്നത്. ഇതൊന്നും അല്ല തിരക്ക് ഇനിയും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിനകത്തുള്ള നടുക്കൂടിയുള്ള ഒരു വഴിയാണ്. ഇടത് സൈഡിൽ പാർക്കാണ്, വലത് സൈഡിലും പാർക്കാണ്. അത് താജ്മഹലിൻ്റെ ലോണാണ്. അവിടെ ഇങ്ങനെ ജനങ്ങൾ കൂടി നിൽക്കുന്ന കാണാമല്ലോ. ഈ വലത് സൈഡിലാണ് അതിൻ്റെ സെൻറ്ററിൽ കൂടി ആ തടാകം പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് പൂള് കേട്ടോ. അപ്പം ഞാനങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മെയിൻ ഗേറ്റിൽ നിന്ന് ഏതാണ്ട് ഒരു 300 മീറ്ററോളം ദൂരെയാണ് താജ്മഹൽ. ഇപ്പോൾ കണ്ടോ, അവിടുത്തെ ആ വെണ്ണക്കല്ലിൻ്റെ പ്രകാശം ഇങ്ങനെ കാണാൻ നോക്കിയപ്പോൾ സൂര്യപ്രകാശം അടിച്ചു. സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കുന്നില്ല കേട്ടോ. സൂര്യപ്രകാശം എന്ന് പറയാൻ അന്തരീക്ഷം വളരെ മലിനമായത് കാരണം സൂര്യപ്രകാശം ഇങ്ങനെ ഡയറക്റ്റ് അടിക്കുന്നില്ല. എന്നാലും ചൂടുണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ. ഇടത് സൈഡിലെ മ്യൂസിയമാണ് താജ് മ്യൂസിയം കേട്ടോ. അത് നമുക്ക് തിരിച്ചു വന്നിട്ട് അവിടേക്ക് പോകാം. ഇപ്പം നമുക്ക് താജിനകത്തേക്ക് കയറാനുള്ള ക്യൂവിലേക്ക് പോകാം. അവിടെ നല്ല തിരക്കെന്നാണ് പറഞ്ഞു. ഒരു 3-4 മണിക്കൂർ ചിലപ്പം നമ്മൾ നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് കാരണം അവിടേക്ക് പോവാം. അപ്പം അധികം താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് കയറ്റി വിടില്ല. 5 മണിയാകുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യും കേട്ടോ. 5 മണിയാകുമ്പോൾ ഇതെല്ലാം ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് താജിനകത്തേക്ക് കയറാൻ, അല്ലെങ്കിൽ ഇത്രയും ദൂരം വന്നിട്ട് വെറുതെ തിരിച്ചു പോകുന്നത് ശരിയല്ലല്ലോ, ഒന്നും കാണാൻ പറ്റാതെ. അപ്പോൾ അതുകൊണ്ട് താജിലേക്ക് കയറാനുള്ള എൻട്രൻസിലേക്ക് നമുക്ക് പോകാം. ഇവിടെയും ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഇവിടെയും ടിക്കറ്റ് എടുക്കണം. അതിനകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ് ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്.
താജ്മഹലിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടി പറയാം, അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് 1632 AD ഇത് നിർമ്മിക്കാൻ തുടങ്ങിയത് കേട്ടോ. ഇതിൻ്റെ നിർമ്മാണം അവസാനിച്ചത് 1648 AD. ഏതാണ്ട് 16 വർഷത്തോളം ഇതെടുത്തു ഇത് പണിയാൻ വേണ്ടിയിട്ട്. പണിക്കാർ ഇവിടെ വന്ന് താമസിച്ച് ഇവിടെ ആണ് ഇതിൻ്റെ പണിയെടുത്തത്. ആ സമയത്ത് അവർക്ക് നമസ്കരിക്കാനൊക്കെ ഉണ്ടായിരുന്ന പള്ളിയാണ് ഈ കാണുന്നത് കേട്ടോ. അവർക്ക് നമസ്കരിക്കാൻ വേണ്ടി പുറത്തു പോകാൻ പറ്റാത്തതുകൊണ്ട് അവരിവിടെ ക്യാമ്പ് ചെയ്ത് ആ പള്ളിയിൽ നമസ്കരിക്കുകയും ഇവിടെ താമസിക്കുകയൊക്കെ ചെയ്താണ് ഈ വെണ്ണക്കൽ കൊട്ടാരം പണി പൂർത്തിയാക്കിയത്. നിങ്ങൾ കണ്ടില്ലേ, അതൊരു വെണ്ണക്കൽ കൊട്ടാരം തന്നെയാണ്. എത്ര വർഷം കഴിഞ്ഞ് നോക്കി, എന്നിട്ടും അതിൻ്റെ ആ പ്രൗഢി ഇപ്പോഴും വല്ലാത്ത പ്രൗഢി തന്നെയാണ്. സൂപ്പറാണ്, സൂപ്പർ സൂപ്പർ. ഇത് ഷാജഹാൻ പണി കഴിപ്പിച്ചത് മുംതാസ് മഹൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പണി കഴിപ്പിച്ചത്. 1631 ഒരു പേർഷ്യൻ രാജകുമാരിയായിരുന്നു ഈ മുംതാസ് മഹൽ എന്ന് പറയുന്നത്. മുംതാസ് മഹൽ മരിക്കുന്നത് 1631. അതിങ്ങനെ 13ാമത്തെ കുട്ടിയെ ജന്മം നൽകിയതിന് ശേഷം അവർ ഷാജഹാനുമൊത്ത് ഒരു സ്ഥലത്ത് കലാപം നടന്നു. ആ കലാപം അടിച്ചമർത്താനായിട്ട് ഉള്ള പ്രചാരണത്തിൽ ബുർഹാൻപൂരിൽ ആ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് മുംതാസ് മഹൽ മരണപ്പെടുന്നത്. അങ്ങനെ അവരുടെ സ്മരണാർത്ഥം ഷാജഹാൻ പണി കഴിപ്പിച്ചതാണ് ഈ താജ്മഹൽ. 1632 പണി തുടങ്ങിയത്. അവർ മരിക്കുന്നത് 1631 കേട്ടോ. ഇവിടെ നിന്ന് ഈ കാണുന്ന ഭാഗത്തുനിന്ന് നമ്മൾ ക്യൂ നിൽക്കണം, ടിക്കറ്റ് എടുത്ത് ഇവിടെ ക്യൂ നിൽക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അകത്തേക്ക് ഷൂസോ ചെരുപ്പോ ഒന്നും തന്നെ കയറ്റില്ല, അതായത് ഉപയോഗിക്കാൻ പാടില്ല കാലുകളിൽ. അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്കൊരു സോക്സ് പോലൊരു സാധനം, അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഈ കോണി കയറി മുകളിലേക്ക് പോകണം. ഇത് നമ്മൾ കയറുന്നത് താജ്മഹലിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണെന്ന് തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ച് വളരെ ഇതായിട്ട് അറിയില്ല. ഫസ്റ്റ് ഫ്ലോർ ആണെന്ന് തോന്നുന്നു. അവിടെ ഒന്നും എഴുതി വെച്ചിട്ടുമില്ല. കോണി കയറുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഫസ്റ്റ് ഫ്ലോർ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ നിന്ന് ഇനി ഇവിടെ നിന്ന് നമ്മൾ ക്യൂ നിൽക്കണം. ക്യൂ എത്രത്തോളം ഉണ്ടെന്ന് ഇവിടെ നിന്ന് കാണിച്ചു തരാം. എൻ്റെ പൊന്നോ, എന്തോരം വലിയ ക്യൂ ആണ് നിൽക്കുന്നത്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി പോകണം. അയ്യോ, ആൾക്കാർ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഇവിടെ മണിക്കൂർ കണക്കിന് നിന്നാൽ അകത്ത് കയറാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് തിരക്ക്. എൻ്റെ പൊന്നോ, ഇത് വല്ലാത്ത തിരക്ക് തന്നെയാണ്. എന്തായാലും ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് യമുനാ നദിയുടെ തീരമാണ് കാണുന്നത് കേട്ടോ. യമുനാ നദിയുടെ തീരത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കാണുന്നത് യമുനാ നദിയാണ്, അങ്ങ് പിന്നിൽ കാണുന്നത്. അവിടേക്ക് ഞാൻ പിന്നീട് പോയി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം എനിക്ക് അകത്തേക്ക് കയറാനുള്ള ക്യൂവിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നല്ല ക്യൂ ഉണ്ട് കേട്ടോ. ഇവിടെ ഇത്രയും വൈഡായിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. പിന്നെ ഫ്രണ്ടിലോട്ട് പോകും തോറും ഓരോരുത്തർക്കേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോരുത്തരായിട്ട് അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ കേട്ടോ. പ്രവേശിച്ചു. ഈ കാണുന്നതാണ് ഷാജഹാൻ്റെയും മുംതാസ് മഹലിൻ്റെയും ഖബർ കണ്ടോ. അത്രേ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ, കൂടുതലൊന്നും കാണിക്കത്തില്ല. ഇനി ഇവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാണ്. ഇതിനകത്തുള്ള ഈ മേലിലുള്ള കൺസ്ട്രക്ഷനൊക്കെ ഒന്നുകൂടി കാണിച്ചു തരാം. സീലിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ, എന്താണ് സീലിംഗ് നോക്കിയാൽ, ഭയങ്കര സീലിംഗ് ആണ് കേട്ടോ. ഇതിനകത്ത് പ്രകാശം കുറവാണ്. പ്രകാശമുള്ള ഭാഗത്തേക്ക് വന്നിട്ട് കാണിക്കണ്ടേ. സീലിംഗ് ഒക്കെ എങ്ങനെയാണ് ഈ മാർബിൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് നോക്കിയാൽ. ഇന്നും അതിനൊന്നും സംഭവിച്ചിട്ടില്ല. ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് മാർബിളൊക്കെ ഒട്ടിച്ച് വെച്ചാൽ താഴത്തേക്ക് പോകും. അന്നത്തെ കാലത്ത് ഒട്ടിച്ച മാർബിളാണ്. ഇതുവരേക്കും അതിനൊരു കുലുക്കം സംഭവിച്ചിട്ടില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലപോലെ യമുനാ നദി കാണാം. വെള്ളമുണ്ട് അതിനകത്ത്. ശരിക്കും ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു ആവറേജിന് മേലിലുണ്ട്.
അവിടെ ഇങ്ങനെ വേലി കെട്ടിയിട്ടുണ്ട് കേട്ടോ, ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. നാല് മുനാറങ്ങളുണ്ട് കേട്ടോ, 4 സൈഡിലും 4 ഇതുപോലത്തെ മുനാറങ്ങളുണ്ട്. ഇതൊരു പള്ളിയാണ്. നല്ല വിശാലമായ മുറ്റം ഉണ്ട്. എന്തായാലും അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അവിടെയെങ്കിലും നിന്ന് വീഡിയോ എടുക്കാനും ഒന്നിനും സെക്യൂരിറ്റി താമസിക്കുന്നില്ല. സെക്യൂരിറ്റി അവിടെ ഇങ്ങനെ ഓടിച്ചു വിടുക, बाहर जाओ, इधर नहीं हो सकता, वो दूसरे जगह पे जाके पिक्चर ले लो, ഫോട്ടോ ले लो, വീഡിയോ ले लो, ഐസി പോലത്തെ. കണ്ടില്ലേ ആ എൻട്രൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലേ, ആ എൻട്രൻസ് ഏതാണ്ട് ഒരു 300 മീറ്ററോളം ഉണ്ട് ഇവിടേക്ക് ദൂരം. 2 സൈഡിലും പള്ളിയുണ്ട് കേട്ടോ, 2 സൈഡിലും പള്ളിയുണ്ട്. ഇനി പുറത്തിറങ്ങിയിട്ട് ഞാൻ കുറച്ച് ദൂരെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. യഥാർത്ഥ രൂപം അടുത്ത് നിന്നാണ് കാണിക്കുന്നത്. ഇത് സൂപ്പറായിട്ടില്ലേ, നോക്കിയേ. എത്ര വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നും നോക്കിയേ, ഈ പൊടിയും മഴയും ഒക്കെ അടിച്ചിട്ടും അതിന് ഒരു കുലുക്കം സംഭവിച്ചിട്ടില്ല. അതിങ്ങനെ വെണ്ണക്കൽ പോലെ തന്നെ ഉണ്ട്. ഇതൊരു വെണ്ണക്കൽ കൊട്ടാരം തന്നെയാണ്. ഇത് ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും പോയി കണ്ടിരിക്കണം കേട്ടോ, കുട്ടികളെയൊക്കെ കൊണ്ട് കാണിച്ചിരിക്കണം. നമ്മൾ കേരളത്തിൽ നിന്ന് ട്രെയിനിന് പോകുമ്പോൾ നമുക്ക് ആഗ്ര സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പോകുന്നത് വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഫ്ലൈറ്റിൽ പോകുന്നവർ ദില്ലിയിൽ ഇറങ്ങിയിട്ട് തിരിച്ച് ആഗ്രയ്ക്ക് വരണം. ആഗ്രയിൽ എയർപോർട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഡൊമസ്റ്റിക് എയർപോർട്ട് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അവിടേക്ക് സർവീസ് ഉണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ ട്രെയിനിൽ പോകുമ്പോൾ ഇങ്ങനെ പോകുന്നതാണ് ഏറ്റവും ലാഭകരവും, നമുക്ക് സമയവും ലാഭിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആഗ്രയിൽ നിന്ന് ദില്ലി ട്രെയിൻ 3.5 hours 4 hours ഉണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും സെൽഫി എടുക്കുകയൊക്കെ ചെയ്യാം. എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.